ബിസ്മില്ലാ വൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ പരിശുദ്ധമായ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ. SSF ബോവ് യൂണിറ്റ് കണക്കിൽ എല്ലാ 6 തിങ്കളുകൾക്ക് നടത്തിയോണ്ടുകൊണ്ട് ഈ പരിശുദ്ധമായ റാത്തിബത്തുൽ ജലാലിയ 8ാമത്തെ മജ്ലിസാണ് ഞങ്ങളെ ഈ റായത്തിൽ നീണ്ട് ഈ ഒരുമിച്ച് കൂടിയ ഒരു മജ്ലിസ്. അൽഹംദുലില്ലാ, എന്തുകൊണ്ടും ധന്യമായൊരു സദസ്സാണ് ഇന്നത്തെ ഈ ഒരു നാൾ. ഈ മജ്ലിസിലൊട്ടിಗೆ പിന്നൊരു ശ്രേഷ്ഠമായ ഒരു കാര്യവുമുണ്ട്. ബഹുമാനപ്പെട്ട ഞങ്ങളെ ഈ ജമാഅത്തിന് ഖാദിയായിട്ട് നേതൃത്വം തന്നോണ്ടിരുന്നു. ഞങ്ങൾക്ക് എല്ലാ വിഷയത്തിലും നേതൃത്വം തന്നിട്ട് ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞു പോയ മഹാനായ ഖുർറത്തു സാദാത്ത് കൂറത്തങ്ങളെ ആണ്ട ഒരു സമയം കൂടിയാണ്. തങ്ങളെ ഒരു അനുസ്മരിക്കടെ ഒരു വേദിക്കും കൂടിയാണ് ഞങ്ങളെ ഈ ഒരു വേദിക്ക. അള്ളാഹു മഹാനായ ഖുർറത്തു സാദാത്ത് കൂറത്തങ്ങളെ തിരുനോട്ടമുള്ള ഒരു സദസ്സായിട്ട് അള്ളാഹു ഞങ്ങളെ സദസ്സിൽ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദീർഘമായിട്ട് എന്ന് ചൊല്ലുക ഉദ്ദേശിക്കില്ല. ഞങ്ങൾ ഈ ഒരു കാര്യക്രമത്തെ എല്ലാ മജ്ലിസുകളും വന്നെത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട മസ്ഊദ് സഅദി ഉസ്താദ്, അതുപോലെ ഞങ്ങൾ ഈ റായത്തെ ഇങ്ങനെയുള്ളൊരു മജ്ലിസിന് പ്രഥമ അവകാശം കിട്ടിയ ഞങ്ങളെ ജമാഅത്തിലെ പുതിയ ഉസ്താദായിട്ട് നേതൃത്വം തന്നുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട മിസ്ബാഹി ഉസ്താദും അതുപോലെ മുഅല്ലിം ഉസ്താദും ഞങ്ങളെ വേദിക്കയിൽ പിന്നൊരു ശ്രേഷ്ഠതയുണ്ട്. അതായത് പരിശുദ്ധമായ ഞങ്ങളെല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കടെ പരിശുദ്ധമായ അള്ളാഹുയുടെ ഭവനമായ കഅബാലയത്തിൽ പരിശുദ്ധമായ റൗളത്തെ തന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് പരിശുദ്ധമായ ഹജ്ജ് നിർവഹിച്ചു വന്നേ ബഹുമാനപ്പെട്ട റഫീഖ് ഹസൻ ഉസ്താദ്, അതുപോലെ ജമാഅത്തിലെ പ്രസിഡന്റ് അടക്കമുള്ള എല്ലാവരും, ഷരീഫ് അസ്ഹരി ഉസ്താദ്, സൈനി ഉസ്താദ് അടക്കമുള്ള എല്ലാ ആലിമീങ്ങളും ഒരുമിച്ച് കൂടി നല്ലൊരു സദസ്സും കൂടിയാണ്. അള്ളാഹു ആലിമീങ്ങളെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ജലാലിയ റാത്തിബ് ഈ റായത്തിൽ നടത്തിയോണ്ട് വന്നതിന്റെ ഉദ്ദേശം എല്ലാ മജ്ലിസിലും ഓർമ്മപ്പെടുത്തിയോണ്ടുണ്ട്. ഈ ജമാഅത്തിൽ ജീവിച്ചുകൊണ്ടുള്ള മുത്തു മുഅ്മിനീങ്ങൾക്ക് ഒരുപാട് കഷ്ടകാർപണ്യങ്ങൾ ദുഃഖദുമ്മാനങ്ങളുള്ള നികത്തെ ചമ്മാലുമാരണങ്ങളെ റായത്തിലുണ്ട്. ദുന്യവിയായ ഒരു ഉദ്ദേശവും ഇതിന് പിന്നിലില്ല ചൊല്ലത് എല്ലാവർക്കും മനസ്സിലായി. ഒരു പേരുകോ ഒരു പ്രശസ്തികോ അല്ലെങ്കിൽ എന്തെങ്കിലും സമ്പാദിച്ചിട്ട് ശേഖരിച്ചു വെക്കുകയോ ചൊല്ല ഉദ്ദേശം ഞങ്ങൾ ഈ സദസ്സിൽ ഒരിക്കലുമില്ല. ഈ റായത്തിൽ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്മരിക്കുകയും അവിടെ ദിക്റുകൾ ധാരാളം ചൊല്ലുന്നു, സ്വലാത്തുകൾ ചൊല്ലുകയില്ലേ. നല്ലൊരു മജ്ലിസായിട്ട് ഞങ്ങൾ സംഘടിപ്പിച്ചത്. ഇതിലൂടെ ഞങ്ങളെ മനസ്സിന് സമാധാനം എപ്പോഴും കിട്ടുന്നു ചൊല്ലുന്ന ഉദ്ദേശം. ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ള ധാരാളം ആൾമാർ ഈ സദസ്സിലുള്ള, പ്രത്യേകിച്ചും ഉമ്മമാരുള്ള ഭർത്തരായത്തെ ഈ സദസ്സിൽ ഓടിയെത്തിയെന്നുള്ള ദുആ കൊണ്ട് വസിയത്താക്കി മജ്ലിസിൽ എത്തിപ്പെടുക സാധ്യമാവാത്ത ഒരുപാട് റായത്തെന്നും ഞങ്ങളെ കുടുംബത്തെന്നും ബന്ധമുള്ള ഒരുപാട് ആൾക്കാരുള്ള ഈ സദസ്സിനെ മനസ്സിലാക്കിയ മുഅ്മിനീങ്ങൾ
മഹത്വം മനസ്സിലാക്കിയ മുഅ്മിനീങ്ങൾ അൽഹംദുലില്ലാഹ് ഈ ജലാലിയത്തെ ഞങ്ങൾ SSF കാര്യകർത്തന്മാരൊട്ടിയ ഇപ്പറമെ തിരിച്ച് കേൾക്കണമെങ്കിൽ അതായത് എപ്പ ജലാലിയ ചൊന്നിട്ട് ഇങ്ങനെ കാത്തോട്ടിക്കിട ഒരു അവസ്ഥയെ ഞങ്ങൾ കണ്ടോണ്ടുള്ളി. ഒരു 6 തിങ്കളാകുമ്പോ എവിടെയെങ്കിലും സംഘടിപ്പിക്കൽ കണ്ടോണ്ടിരിക്കുമ്പോൾ എച്ചരിക്കാക്കരുത്. ഇറായത്തെ ഉമ്മമാർ ഒരുപാട് ബാപ്പന്മാരുള്ള നിങ്ങൾക്ക് ഓർമ്മയാക്കിയും എപ്പ ജലാലിയത്തെ ടൈം ബന്ധല്ലേ ഇങ്ങനെ കാത്തോണ്ടിക്കിട. കാരണം ഈ ജലാലിയത്തെ മഹത്വം മനസ്സിലാക്കിയിട്ട് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തങ്ങ, ഒരുപാട് രോഗങ്ങൾ ശിഫായ എനിക്കത്തെ ഉദ്ദേശം പൂർത്തിയായ എനിക്കത്തെ ഞങ്ങളെ റായത്തിലെ നൂറുകണക്കിൽ ആളുമാറുള്ള ഞങ്ങളെ പരിസര റായത്തിനുള്ള ഈ റായത്തങ്ങളെ കുടുംബക്കാറുള്ള അതൊക്കെല്ലാം ഒരു തെളിവാണ്. ഈ ഒരു സദസ്സിൽ ആളുമാറിനെ കാത്തോണ്ടിക്കിടത് എല്ലാ റായത്തിലും ഇങ്ങനെയുള്ള സദസ്സും ഞങ്ങളെ റായത്തിലും ഇങ്ങനെ ഒരു സദസ്സ് നിലനിക്കുന്നു. കിയാമത്ത് നാൾ വരേക്കും നിലനിക്കുന്നു ആഗ്രഹം ഈ റായത്ത് SSF ബാലക്കാർ ഉദിച്ചതുകൊണ്ട് അൽഹംദുലില്ലാഹ് അങ്ങെല്ലാം ഈ ജമാഅത്തിലെ ഓരോരുത്തരും പ്രത്യേകമായിട്ട് എല്ലാ കമ്മിറ്റി ഭാരവാഹികളും SYS മുസ്ലിം ജമാഅത്തും എല്ലാം SBS എല്ലാം ഇതിന് പിന്നിൽ നല്ല രൂപത്തിൽ സഹകരിച്ചുകൊണ്ടുള്ള അല്ലാഹു കിയാമത്ത് നാൾ വരേക്കും ഈ നല്ല രൂപത്തിൽ ഐക്യത്തിലെ ഒരു ജലാലിയ റാത്തിവിന് മുന്നിൽ കൊണ്ടുപോകുന്നതെന്ന് തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു സദസ്സിൽ എത്തിപ്പെടുകൂ ആവാത്തമുള്ള ദുആ കൊണ്ട് വസിയത്താക്കിയ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആൾമാർ അങ്ങനെല്ലാരെയും പേര് ചൊല്ലുകൊള്ളേ സമയം ഇല്ല. ഈ സദസ്സ് ഇന്നത്തെ സദസ്സ് ഒരു യശസ്വിയാവുകയും കഴിഞ്ഞ സദസ്സിൽ മാഷാ അല്ലാഹ് ചമ്മ ആൾമാർ ഈ ജലാലിയത്തെ മഹത്വത്തെ മനസ്സിലാക്കിയിട്ട് ഇനി നടക്കുന്ന ജലാലിയത്തെ ഇനിയും ഉഷാറാക്കുന്ന ഉദ്ദേശത്തിൽ ചമ്മാലുമാർ നല്ല രൂപത്തിലുള്ള സഹായങ്ങൾ സഹകാരങ്ങളാക്കിയതാണ്. അങ്ങനെ ഒരിക്കലും മറക്കുക സാധ്യമാവില്ല. ഇന്നത്തെ എല്ലാ ചെലവും ഈ കഴിഞ്ഞ ജലാലയത്തിൽ ഏറ്റെടുത്തതായിരിക്കും. ഞങ്ങൾ നല്ല രൂപത്തിൽ ഈ പെരുന്നാളിലെ ആ സമയത്തിലെ കീഴിലെല്ലാം ആക്കാൻ ഉദ്ദേശിച്ച പരിപാടിയാണ്. പക്ഷേ ചമ്മം മലല്ലുള്ളത് കൊടുത്തില്ല നീട്ടിട്ട് മല നിക്കടനെ കാത്തിട്ട് പിന്നെയും ഒരു 4 നിശ്ചയിച്ച് വെച്ച ഈ സമയത്തിലും മല വന്നത് കൊണ്ടാണ് ഞങ്ങളെ ഈ മദ്രസത്തിൽ അൽഹംദുലില്ലാഹ് ഞങ്ങളെ പാലക്കാട് നല്ല കഷ്ടപ്പെട്ടിട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഇന്ന് സുബഹി മുതലേ ഞങ്ങളെ പാലക്കാട് പള്ളി പരിസരത്തിൽ വന്നിട്ട് കൂടിയിട്ട് ഇതിന് പിന്നിൽ നല്ല അധ്വാനിച്ചുകൊണ്ടുള്ള കഷ്ടപ്പെട്ടുകൊണ്ടുള്ള അല്ലാഹു ഞങ്ങൾ SSF പാലക്കാട് അല്ലാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഗ്ദാനങ്ങൾ ഏറ്റെടുത്തങ്ങ് ഏലമെടുത്ത് അതിന്റെ സംഭാവനകൾ തന്നങ്ങ് എല്ലാ മുഅ്മിനീങ്ങളിൽ അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മജ്ലിസിൽ സംഭാവന തന്നങ്ങ് ധാരാളം ആൾമാരുള്ള ആ കൂട്ടത്തിൽ പ്രത്യേകം ദ്വാരക്കൊന്നും ചൊല്ലുന്നുള്ള ഇനി മനസ്സിൽ ചൊല്ലാണ്ട് മനസ്സിൽ വെച്ച് മജ്ലിസിൽ എത്തിയെന്നുള്ള നീയത്താക്കിയെന്നുള്ള അള്ളാഹു എല്ലാവരും എല്ലാം നീയത്ത് അള്ളാഹു പൂർത്തിയാക്കുമാറാവട്ടെ. എൻ്റെ ഒട്ടികളൊരു ഉസ്താദുമായില്ല കിടാവ് ചെറിയൊരു കിടാവ് പണിയായതുകൊണ്ട് ചെറിയൊരു സംഭാവന ഈ സദസ്സ് മജ്ലിസ് കടത്തി തന്നൊരു അള്ളാഹു ഉസ്താദിന്റെ കിടാവിടെ പണി പെട്ടെന്ന് ഈ മജ്ലിസിനെ പറക്കത്ത് കൊണ്ട് ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദിനെ ദുആയിൽ കൂട്ടുവാർ. അതുപോലെ ഒരു സഹോദരി ഒരു 100 രൂപ ഏൽപ്പിച്ചിരു. അതുപോലെ ഞങ്ങൾ ഈ സദസ്സരെ കഴിഞ്ഞ സദസ്സരെ കാട്ടി ഈ സദസ്സ് ചമ്മ സീരിയത പന്തര നേർച്ചാക്കിയുള്ള കഴിഞ്ഞ സദസ്സരായിട്ട് ജാസ്തിയാണ് ഈ സദസ്സിൽ കണ്ടുകൊണ്ടുള്ളത്. അപ്പൊ അതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് നീയത്താക്കടയാണ് ആ മജ്ലിസിൽ ഒരു മധുരം ഒരു പന്തര കൊടുക്കുക ചെന്നിട്ടുള്ള നീയത്താണ് ചമ്മലുമാർ ചമ്മൽ ചൊന്നങ്ങളുള്ള ഇനി ചൊല്ലാത്തങ്ങളുള്ള 5 കിലോ 10 കിലോ 2 കിലോ 1 കിലോ ഇങ്ങനെ കൊടുത്ത് കിടത്തിയിട്ട് ചമ്മലുമാറുള്ള ആ കൂട്ടത്തിൽ പ്രത്യേകം ദുആക്കുക വസിയത്താക്കിയ ഒരു സഹോദരി തൈറോയിഡ് പ്രോബ്ലം കൊണ്ടിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്. അല്ലാഹു ഈ മജ്ലിസിലെ ബറക്കത്ത് കൊണ്ട് ആ ബുദ്ധിമുട്ട് അല്ലാഹു ആ രോഗം അല്ലാഹു നീക്കി കളഞ്ഞ് നല്ല ആഫിയത്ത് ആ സഹോദരി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അത് പിന്നെ വിനൊരു സഹോദരൻ അദ്ദേഹത്തെ വലിയൊരു കൊടുത്ത ഒരാൾക്ക് ഹെൽപ്പാക്കി ഒരു കടം കൊടുത്തതാ. ഒരു പുണ്യമുള്ള ഒരു കാര്യമില്ല. കടം കൊടുത്ത ആ കടം തിരിച്ചു തന്നോണ്ടില്ല എന്നുള്ളൊരു വിഷമവും പേരൊന്നും ചൊല്ലുക ഉദ്ദേശിച്ചിട്ടില്ല. ദുആർക്ക് വസിയത്താക്കി സദസ്സ് നേർച്ചയാക്കിയതാണ്. അല്ലാഹു സദസ്സ് ബറക്കത്ത് കൊണ്ടെല്ലാം അല്ലാഹു ആ
ഹോൾ 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 ഒരു കാലിലൊരു ബുദ്ധിമുട്ടുണ്ട്. ഒരു സ്റ്റുഡന്റ് ആണ്, പഠിച്ചുകൊണ്ടുള്ള വലിയൊരു ഉദ്ദേശം ലഭിച്ച് പഠിച്ചുകൊണ്ടുള്ളതായിട്ട് ഞങ്ങളെ ഒരു ജീവന സെറ്റാവുവാനായിട്ട് നല്ല രൂപത്തിൽ വിദ്യാർത്ഥിനായിക്കൊണ്ടുള്ള സ്റ്റുഡന്റ് കാല് ചെറു ബുദ്ധിമുട്ടായിട്ട് ഓപ്പറേഷൻ എല്ലാം കൊണ്ടുണ്ട് അറിയിച്ചിറാറ്. അള്ളാഹു ആൾക്കാർക്ക് നല്ല ആഫിയത്ത് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ കടത്തി രോഗം, അതുപോലെ ചെമ്മാലുമാർ മരിച്ചുപോയ പാപ്പ ഉമ്മയുടെ പേരിൽ, അതുപോലെ ഒരു നെഞ്ഞു നമ്പളം ചെന്നിട്ടു, അതുപോലെ ഉമ്മയുടെ പേരിൽ, അതുപോലെ വിവാഹം നല്ല റാഹത്തിലാവും. ഇങ്ങനെ ദുആക്കിയ ചമ്മാൽമാറുള്ള റഷംന മൈമുന ഷരീഫ് ഇങ്ങനെയുള്ള ആൾക്കാർ ദുആ കൊണ്ട് വസിയത്താക്കിരാർ. അതുപോലെ ഞങ്ങളെ പറമേൽ റസാഖ് അദ്ദേഹത്തെ മൂത്തോളുകു വലിയ ഒരു മാരകമായ രോഗം പിടിപെട്ടിട്ടുണ്ടല്ലോ. വലിയ ഒരു പേര് ചൊല്ലുക പേടി അവിടെ രൂപത്തിലുള്ള രോഗം അല്ലാഹു ഈ സദസ്സിലെ ബറക്കത്ത് കൊണ്ടാവും. ആ സഹോദരന്റെ രോഗം അല്ലാഹു പൂർണ്ണമായ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാർ. അവിടെ ഉസ്താദുമാർ പ്രത്യേകം ദുആർക്കടർ. അതുപോലെ പിന്നൊരു സഹോദരൻ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്താക്കി. ഭാര്യക്ക് ബുദ്ധിമുട്ട് ഒരുപാട് ലക്ഷങ്ങൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ചെലവായോട്ടുണ്ട്. ഞങ്ങൾക്ക് അവസാനമായിട്ടുള്ളത് അള്ളാഹുടെ ആ ഓർക്കൽ, അവിടുത്തെ ദിക്ർ ചൊല്ലലും സലാത്ത് ചൊല്ലലും മാത്രം ചെന്നിട്ടു ഇങ്ങനെയുള്ള സദസ്സിൽ ദുആർക്കൊരു ചെന്ന് വസിയത്താക്കിയ ഒരു സഹോദരൻ കൂടിയുണ്ട്. അതുപോലെ റസാഖ് ബോ അദ്ദേഹം ഒരു 5 കിലോ പന്തറയും ഞങ്ങളെ സദസ്സക്ക് തന്നൊരു അള്ളാഹു ഇതെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. എൻ്റെ ഉമ്മ ഹോസ്പിറ്റലിലുണ്ട്. 4-5 നാൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ ഗർഭകോശത്തോടെ പ്രോബ്ലം ആയിട്ട് മൈക്കാലത്തിലുണ്ട്. ഈ സദസ്സിന് ചൊമ്പം പുരുഷം ബൈക്കിലെ ഈ സദസ്സ് മിസ്സായിട്ടല്ല എന്നിട്ടൊരു വിഷമത്തിലാണ് ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിലെ ബറക്കത്ത് കൊണ്ട് ഇവിടെ കൂടി ആലിമീങ്ങൾ ചൊന്ന അദ്കാറും സ്വലാത്തിന്റെ ബറക്കത്തിന് മുമ്പുള്ള ആ രോഗം അള്ളാഹു പെട്ടെന്ന് മാറ്റി കൊടുത്ത് പൂർണ്ണമായ ആഫിയത്തും ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദുമാർ പ്രത്യേകമായിട്ടും ദുആർക്കണം. ഞങ്ങളെ കൊട്ടാടി മരിച്ചുപോയ മറിയമ്മച്ചുള്ള ഒരു സഹോദരൻ മരിച്ചുപോയ അദ്ദേഹത്തെ കിടാവും നമ്മുടെ പേരിൽ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്താക്കിറാവും. അല്ലാഹു മഗ്ഫിറത്തും സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങനെ ചമ്മയുണ്ട് ഇൻഷാ അല്ലാഹ്. എല്ലാ നിലക്കും വലിയൊരു അനുഗ്രഹീതമായ ദുആക്ക് ഇജാബത്തുള്ള ഒരു സദസ്സാണ്. അല്ലാഹു നിങ്ങൾ ഈ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. പ്രത്യേക ഇന്നത്തെ ഒരു സദസ്സ് മഹാനായ കൂറത്തങ്ങളെ ഒരു അനുസ്മരിക സദസ്സായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഒരു അനുസ്മരണ ഭാഷണമായിട്ട് ഞങ്ങളെ ഈ ഒരു കാര്യക്രമ ഉദ്ഘാടനയായിട്ട് ഞങ്ങളെ ജമാഅത്തിന്റെ ഗൗരവാന്വിത ഖതീബ് ഉസ്താദ് ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് ഖതീബ് ഉസ്താദ് ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് അനുസ്മരണ ഭാഷണാക്കി തരുന്നുണ്ട്. പിന്നെ ഇൻഷാ അല്ലാഹ് ദുആത്ത് കടക്കടതായിട്ട് ഒരു സഹോദരൻ ഈ സദസ്സ് 700 രൂപ സംഭാവന, പിന്നെ ഒരുത്തർ 100 രൂപയും കടത്തിരാർ. അല്ലാഹു അതെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിച്ചുപോയ അജാജിന്റെ പേരിൽ ഒരു സഹോദരൻ 100 രൂപ. ഇങ്ങനെ ചമ്മാൽ സംഭാവനകൾ കടത്തിയുള്ള അല്ലാഹു എല്ലാ സ്വതക്കങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. ഞങ്ങൾ ഈ കാര്യക്രമത്തെ നെക്കിലാടി നൗഷാദ് ചൊല്ലർ പാലക്കാർ ആക്സിഡന്റിൽ പെട്ടിട്ട് അബോധാവസ്ഥയിലായ ടിക്കറ്റ് ഉള്ളത് ചൊല്ലർ വിവരം കിട്ടിയത് അള്ളാഹു ഈ സദസ്സിലെ ബറക്കത്തുണ്ട്. ആ സഹോദരൻ അള്ളാഹു അബോധം തിരിച്ചു കൊടുത്തിട്ട് പൂർണ്ണമായ ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദ്വാർക്കുപ്പിനുള്ളൂ കാക്ക നല്ലൊരു സംഭാവന തന്നർ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഞങ്ങൾ ഈ സദസ്സിൽ ഓടിയെത്തി ബഹുമാനപ്പെട്ട മസൂദ് സാരി ഉസ്താദ് ഞങ്ങൾ SSF യൂണിറ്റ് കണക്കിൽ എല്ലാ നിലക്കുള്ള സ്വാഗതങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഉസ്താദിനെ ആ ശബ്ദത്തിന് ഇനിയും അല്ലാഹു നല്ല ഖുവ്വത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മരിക്കരോടത്തോളം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചന്തത്തിൽ പാടുകൊള്ള തൗഫീഖ് ആൾക്കാർ മുഅ്മിനീങ്ങളെ മനസ്സിന് സന്തോഷം കൊടുക്കുള്ള തൗഫീഖ് അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ചൊല്ല ദുആ ഉസ്താദ് സ്വാഗതമായിട്ട് അറിയിച്ചിട്ടുള്ള
ലത്തീഫാക്ക അദ്ദേഹത്തെ ഉമ്മയുടെ കണക്കുള്ള അദ്ദേഹത്തെ കണക്കുള്ള ഒരു സംഭാവന തന്നർ. അതുപോലെ മരിച്ചങ്ങളുടെ പേരിലും അവ പൂർത്തിയാവും ഇങ്ങനെയുള്ള ഉദ്ദേശം വെച്ചിട്ട് ഒരു 313 ഇങ്ങനെയുള്ള നല്ല സംഭാവനകൾ ഈ സദസ്സ് കൊടുത്തു കടത്തിറങ്ങളെല്ലാം ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഞങ്ങൾ ഈ സദസ്സിന് നേതൃത്വം നാളെ ബഹുമാനപ്പെട്ട ഖതീബ് ഉസ്താദ് ഈ കാര്യക്രമത്തെ ഉദ്ഘാടനമാക്കിയിട്ട് അനുസ്മരണ ഭാഷണം ആക്കുകൊണ്ട് ഉസ്താദ് നിങ്ങൾ SSF യൂണിറ്റ് കണക്കൽ 1000 സ്വാഗതങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള ഉസ്താദ് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളൊരു ആത്മീയ ചങ്ങായും കൂടിയാണ്. അള്ളാഹു ഉസ്താദ് ഖിയാമത്ത് നാൾ വരേക്കും നല്ല രൂപത്തിൽ ദീനി ദഅവത്ത് നടത്തുകയുള്ള തൗഫീഖ് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളെ റായത്തെ ചെറിയ ഉസ്താദ് സ്വാഗതം അറിയിച്ചുകൊണ്ടുള്ള ഉസ്താദ് അള്ളാഹു ആഫിയത്ത് ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ഞങ്ങളെ ജമാഅത്ത് രചകനായ പ്രസിഡന്റ് അമീദ് ഉസ്താദും SSF യൂണിറ്റ് കണക്കുള്ള സ്വാഗതങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള അതുപോലെ ഞങ്ങളെ ജമാഅത്തില് ഉസ്താദ് ഞങ്ങളെ ജമാഅത്തില് റഫീഖ് ഹസൻ ഉസ്താദ് ഹജ്ജിക്ക് പോയിട്ട് വന്നിട്ടുള്ള നല്ലൊരു സന്ദർഭമാണ്. അങ്ങനെയുള്ള ഹജ്ജിക്ക് പോയ ഞങ്ങളെ ദുആർപ്പെട്ടത് ഒരു നല്ലൊരു കാര്യം കൂടിയാണ്. ഞങ്ങളെ ദുആക്ക് ഉത്തരവുകൊണ്ടാണ് ഈ സമയത്തിൽ ഞങ്ങളെ ഹജ്ജ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ പെത്തെ കിടാവുടെ പോലെ ഐറ്റിക്കിട് അങ്ങ് മടങ്ങി വരുമ്പോഴുള്ള ഞങ്ങളെ അവസ്ഥ ചെന്നെങ്കിൽ ഒരു ദോഷമുക്തരായിട്ടാണ് ഞങ്ങളുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ ദുആഹ് അത് ഇജാബത്ത് ഉറപ്പായിരിക്കും. ഞങ്ങൾ പഠിച്ച കാര്യം കൂടിയാണ്. ഞങ്ങളെ ഹസൻ ഉസ്താദിന്റെ ഹജ്ജ് അദ്ദേഹത്തെ ഭാര്യയുടെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. മഖബൂലായ ഹജ്ജായിട്ട് അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ദുആ ഉസ്താദ് സ്വാഗതമായിട്ട് അറിയിച്ചുകൊണ്ടുള്ള അതുപോലെ ഞങ്ങളെ വേദിക്കലുള്ള ഷരീഫ് അസരി ഉസ്താദ് അതുപോലെ ഞങ്ങളെ SYS-രെയും മുസ്ലിം ജമാഅത്തിനെയും അതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി കോശാധികാരി ഞങ്ങളെ ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറി കോശാധികാരി പ്രത്യേകിച്ചും ഞങ്ങളെ SSF-യുടെ പ്രസിഡന്റ് സെക്രട്ടറി കോശാധികാരിയും മറ്റുള്ള എല്ലാ അതിലെ ഭാരവാഹികൾ പേരെടുത്തു ചൊല്ലേണ്ടതാണ്. ഞങ്ങളെ പാലക്കാർ മാഷാ അല്ലാഹ് ജലാലിയ ചൊല്ലുമ്പോൾ എല്ലാം അത് സംബന്ധമായ മീറ്റിംഗും എല്ലാ പ്രവർത്തനത്തിനും മുന്നിൽ നിൽക്കടെ ഞങ്ങൾ SSF-യുടെ എല്ലാ പ്രവർത്തകന്മാർ മാഷാ അല്ലാഹ് ഈ ജലാലയത്തെ യശസ്വിക്ക് ചമ്മ കഷ്ടപ്പെട്ട പാലക്കാർ അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത് ദീർഘായുസ്സ് നൽകട്ടെ. ചൊല്ല ദുആകൾ എല്ലാവർക്കും സ്വാഗതമായിട്ട് അറിയിച്ചുകൊണ്ടുള്ള അതുപോലെ ഞങ്ങൾ ഈ ഒരു മീഡിയ എല്ലാ കാര്യക്രമത്തിനും നിങ്ങളെ ഒരു ക്ഷണം സ്വീകരിച്ചിട്ട് വന്നെത്രേ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ GM ബഷീർ മദനി ഉസ്താദ് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദും ഞങ്ങൾ SSF കണക്കിലെ സ്വാഗതങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള അതേപോലെ ഞങ്ങളെ നല്ല രൂപത്തിലെ മൈക്ക് സിസ്റ്റം ഇത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് എത്തിയിട്ട് നല്ല രൂപത്തിൽ ഇതിന് ശ്വസിക കാരണമായിട്ടുള്ള ഞങ്ങളെ സന്തു എന്ന അദ്ദേഹത്തിന് സ്വാഗതങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള ഇവിടെ കൂടിയ ഞങ്ങളെ എല്ലാ ഹിരിയങ്ങം അതുപോലെ ഞങ്ങളെ കാര്യക്രമത്തെ കീഴിൽ വെച്ചിട്ട് നേരെ കണ്ടുകൊണ്ടുള്ള എനിക്കത്തെ ഞങ്ങളെ സഹോദരി ഉമ്മമാർ മക്കൾക്കും എല്ലാവർക്കും ഒരേ വാക്കിൽ സ്വാഗതം ചൊന്നിട്ടു. ഇൻഷാ അല്ലാഹ് ഇനി ഞങ്ങളെ ഉദ്ഘാടനമാക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട ഖതീബ് ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ടുള്ള അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.